ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ഇപ്പോൾ കുറച്ച് നാളായി ക്ലാസ്സുകളില്ലാത്തതല്ലേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ഒന്ന് പഠിച്ചൊന്ന് സെറ്റ് ആവട്ടെ എന്ന് കരുതിയാണ്. അപ്പം +2 എക്കണോമിക്സിൽ ദ മോസ്റ്റ് റിപ്പീറ്റഡ് എസ്സേ ക്വസ്റ്റ്യൻ ഓഫ് 8 മാർക്ക്, 8 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, അല്ലെങ്കിൽ വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് വരാറ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു എസ്സേ ഫോമിൽ ആണ് ഇന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പല ബുക്കുകളിൽ പല രീതിയിലാണിതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതിൻ്റെ റീകൺസിലിയേഷൻ ഒക്കെ കൺഫ്യൂഷൻ, ആ ഒരു കൺഫ്യൂഷന് ഒരു സ്കോപ്പും തരാത്ത രീതിയിൽ നിങ്ങൾക്ക് 8 മാർക്കിൽ 8 മാർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണിത് എഴുതിയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അതായത് മാക്രോ ഇക്കണോമിക്സിൻ്റെ പാർട്ടിൽ നിന്നും ഒരു എസ്സേയും മൈക്രോ ഇക്കണോമിക്സിൻ്റെ പാർട്ടിൽ നിന്നും ഒരു എസ്സേയും, 2 എസ്സേകളാണ് 8 മാർക്കിന് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. അപ്പോൾ അതിൽ മാക്രോ ഇക്കണോമിക്സിൽ 90% ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പം മറക്കാതെ ഓരോ ഭാഗവും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. പാർട്ടായിട്ടാണെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ മൊത്തം ഒറ്റ ക്ലാസ് ആയിട്ടാണ് അങ്ങനെ കണ്ടുപഠിക്കുക. അതായത് കുറച്ച് ടഫാണ്, എന്നാലും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ദ മെത്തേഡ്സ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം. അപ്പം നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആദ്യം പഠിച്ചിട്ടുണ്ടായല്ലേ. അപ്പോൾ സർക്കുലർ ഫ്ലോയിൽ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണ്, ഒരു ഇക്കോണമിയിൽ 4 സെക്ടറുകളുണ്ട്. ആ 4 സെക്ടറുകളിൽ എന്താണ് ഇൻകം, ഓരോ സെക്ടറിൽ സർക്കുലർ ഫ്ലോയിൽ അല്ലെങ്കിൽ സർക്കുലർ മെത്തേഡിൽ, സൈക്ലിക്കൽ മെത്തേഡിൽ പ്രോഡക്റ്റും അതേപോലെ ഇൻകവും സർക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2 ഫ്ലോ ഉണ്ടായിരുന്നു അല്ലേ, മണി ഫ്ലോയും പിന്നെ അതേപോലെ റിയൽ ഫ്ലോയും. എന്ന് വെച്ചാൽ പണവും ഒരു സെക്ടറിൽ നിന്നും വേറൊരു സെക്ടറിലേക്ക് പോവും. അതേപോലെ പ്രോഡക്റ്റ്, റിയൽ ഫ്ലോ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റും സെക്ടറുകൾ വൈസായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ഇക്കോണമി മോഡലിലെ 2 സെക്ടർ മോഡലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സർക്കുലർ ഫ്ലോയിൽ ഷോസ് ദാറ്റ് പ്രൊഡക്ഷൻ ജനറേറ്റ് ഇൻകം. സർക്കുലർ ഫ്ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, പ്രൊഡക്ഷൻ ജനറേറ്റ് ഇൻകം, ഇൻകം ഉണ്ടാക്കുന്നു. അതായത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ ജനറേറ്റ് ഇൻകം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അല്ലേ. ഈ ഇൻകം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ബിസിനസ് സെക്ടർ ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്നും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാങ്ങിയിട്ട് പകരം എന്ത് ചെയ്യും, ഫാക്ടർ റെമ്യൂണറേഷൻ കൊടുക്കും അല്ലേ. ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എന്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ്, ഇങ്ങനെ 4 റെമ്യൂണറേഷൻ കൊടുക്കും. ആ റെമ്യൂണറേഷനാണ് ഇൻകം ആയിട്ട് മാറുന്നത്. അപ്പോൾ ബിസിനസ് അഥവാ ഫേമുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാനുള്ള വരുമാനമായിട്ടാണ് ഈ ഫാക്ടർ പ്രൈസസ് വാങ്ങുന്നത്. അങ്ങനെയാണ് ആ ഫ്ലോ, ഇൻകം ഫ്ലോ ആണെങ്കിലും, അതായത് ബിസിനസ് സെക്ടറിൽ നിന്ന് ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഫാക്ടർ പ്രൈസായി വന്ന ഇൻകമാണ് തിരിച്ചെന്തായിട്ട് പോകുന്നത്, സാധനങ്ങളുടെ പ്രൈസസ് ഓഫ് കമോഡിറ്റി ആയിട്ട് പോകുന്നത്. അതേപോലെ എന്താണോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ബിസിനസ് സെക്ടറിലേക്ക് വരുന്നത്, അതാണ് തിരിച്ച് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ റിയൽ ഫ്ലോ എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇൻകം ആണ് എന്തിനു വേണ്ടി ചെലവാക്കുന്നത്, എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറുന്നത്. അപ്പം പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഈ ഒരു 3 കണക്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകത്തിൽ 3 മെത്തേഡ്സ് ടു മെഷർ നാഷണൽ ഇൻകം പഠിക്കുന്നത്. 3 മെത്തേഡ്സ്, ദർ ആർ 3 മെത്തേഡ്സ് ടു മെഷർ നാഷണൽ ഇൻകം. 3 മെത്തേഡുകളാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ദീസ് 3 മെത്തേഡ്സ് ആർ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നിങ്ങനെ 3 മെത്തേഡുകളാണ്
നാഷണൽ ഇൻകം കാൽക്കുലേഷന് ഉള്ളത്. There are 3 methods to calculate or account national income of a country. They are product method, income method and expenditure method. Now let us see them in detail. First of all, we have to see what is product method. Product method ne kurichana nammal parayan പോകുന്നത്. Product method is also called value added method. Product method ne nammal value added method എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നതെന്ന് ആദ്യം പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകത്തെ ഡിഫൈൻ ചെയ്തത് അറിയാം അല്ലേ. നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ആസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഓർ ഇക്കണോമിക് ഇയർ എന്നാണ്. അതായത് ഫൈനൽ ഗുഡ്സിന്റെ പണാധിഷ്ഠിത മൂല്യം അന്തിമ വസ്തുക്കളുടേതാണ്. വസ്തുക്കളെ ഫൈനൽ ഗുഡ്സ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നും തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇപ്പം നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ചപ്പാത്തിയുടെ റോ മെറ്റീരിയൽസ് അറിയാം, വീറ്റ് ഫ്ലോർ, വെള്ളം, ഉപ്പൊക്കെയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ അതായത് വീറ്റ് ഫ്ലോർ, ഒരു കർഷകൻ വീറ്റ് ഗോതമ്പ് ഉണ്ടാക്കുന്നു, അയാളുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണത്. പക്ഷെ അതൊരു മില്ലിലെത്തുമ്പോൾ അത് വീറ്റ് ഫ്ലോർ ആണ് എന്തായിട്ട് മാറുന്നത്, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതേസമയം വീറ്റ് ഗ്രെയിൻ രൂപത്തിലുള്ള വീറ്റ് ധാന്യമായിട്ടുള്ള ഗോതമ്പ് അയാളുടെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. അതേസമയം ഇതൊരു ഹോട്ടൽ ഓണറുടെ അടുത്താണ് അല്ലെ, ഹോട്ടലുകാരൻ്റെ അടുത്ത്, റെസ്റ്റോറൻറ്റുകാരൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ വീറ്റ് ഫ്ലോർ എന്തായിട്ട് മാറും, വീറ്റ് ഫ്ലോർ ആ റെസ്റ്റോറൻറ്റുകാരൻ്റെ ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതുകൊണ്ടാണ് പറയുന്നത് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ്. അപ്പോൾ ഇതിനെ ആഡഡ്, അതായത് ഇപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ 3 സ്റ്റേജുകൾ. ഫാമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മിൽ ഓണർ എടുത്തത് വീറ്റ് ഫ്ലോർ ആക്കുന്നു, റെസ്റ്റോറൻറ്റുകാരനത് ചപ്പാത്തിയാക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റേജിലും വീറ്റ് ഫ്ലോർ 1000 രൂപയാണെങ്കിൽ മിൽ ഓണർ എടുത്ത് അത് മില്ല് പൊടിച്ചു കഴിഞ്ഞാൽ അതിന് 2000 രൂപയാകുന്നു. അത് ചപ്പാത്തിയായി മാറുമ്പോൾ 3000 രൂപയാകുന്നു. അപ്പോൾ അതിന് മൊത്തം കൂട്ടുകയാണെങ്കിൽ നമുക്ക് 6000 രൂപ എന്ന് കിട്ടും അല്ലേ. അതൊരു വലിയ ഫിഗറാണ്. പക്ഷെ നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് ആദ്യത്തെ 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപയിൽ മിൽ ഓണർ ആഡ് ചെയ്തത് 1000 രൂപ. അതേപോലെ റെസ്റ്റോറൻറ്റുകാരൻ ആഡ് ചെയ്തത് 1000 രൂപ. അപ്പം അങ്ങനെ കൂട്ടിയെടുക്കുന്നത്, അതായത് ഓരോ ഈച്ച് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂ മാത്രം കൂട്ടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻ നടത്തുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രോഡക്റ്റ് മെത്തേഡിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പം നമുക്ക് നോക്കാം. ഇൻ ദ product method, total money value of all final goods and services produced by each units of production in the economy are added. അതായത് പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്കോണമിയിലെ ഓരോ പ്രൊഡ്യൂസിങ് യൂണിറ്റിലും ആഡ് ചെയ്യപ്പെടുന്ന മണി വാല്യൂ അല്ലെ ഫൈനൽ ഗുഡ്സിന്റെ മണി വാല്യൂ ആണ് കൂട്ടിക്കൊണ്ട് കണക്കാക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരേ വാല്യൂ തന്നെ മോർ ദാൻ 2 ടൈംസ് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മാറ്റി വെക്കുന്നത്. അതായത് ഫൈനൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്തിട്ട് കണക്കാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ അതിനെ ഒഴിവാക്കാൻ ഇന്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന ഒരു വാല്യൂ തന്നെ മോർ ദാൻ 1 ടൈം ഒന്നിൽ കൂടുതൽ തവണ ആഡ് ചെയ്യപ്പെടുന്നതിനെ ഡബിൾ കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കിക്കൊണ്ട് വാല്യൂസ് മാത്രം ഫൈനൽ വാല്യൂസ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ഈച്ച് സ്റ്റേജസിൽ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂ മാത്രം എടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പോൾ sometimes the value of same commodity is added more than once. It is called double counting. And to avoid this, value added at each stage of production are calculated and added. So the method is called value added method. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ മെത്തേഡിൽ 3 സ്റ്റെപ്പ്, താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്, ഇപ്പം നമ്മൾ ഒരു പെന്നിന്റെ വില 5 രൂപയാണെന്ന് വിചാരിക്കാം. നമ്മൾ 10 പെന്ന് വാങ്ങിയാണ്. അപ്പം മൊത്തം വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണ്, 5 × 10, 5 പ്രൈസ് ആണ്
10 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ പി ഇൻറ്റു ക്യൂ, വാല്യൂ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകളുടെ ടോട്ടൽ വാല്യൂ കാണും. എന്നിട്ട് ആ ഓരോ യൂണിറ്റുകളുടെയും വാല്യൂസിന് പരസ്പരം ആഡ് ചെയ്ത് ഗ്രോസ് വാല്യൂ ആഡഡ് കാണും. അപ്പോൾ ഈ ഗ്രോസ് വാല്യൂ ആഡഡിനെയാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. In the value added method, first of all we have to find out value of output. ഇനി എങ്ങനെയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നാണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു PQ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു PQ ആണ്. അതായത് എന്താണ്, that is by multiplying price of commodity, by multiplying price of commodity P with the number of units Q. price of commodity Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസിന് ക്വാണ്ടിറ്റി ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു PQ. ഇനി ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി ഇതെങ്ങനെ ചെയ്യുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് ആണ് ഇതിൽ കാണുന്നത്. ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്, ഗ്രോസ് വാല്യൂ ആഡഡ് അതിനെ GVA എന്നാണ് ചുരുക്കി എഴുതുക. GVA is calculated for each and every units of production. ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഗ്രോസ് വാല്യൂ, ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ് അർത്ഥം. അതായത് ഓരോ യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ മൊത്തം വാല്യൂ കണക്കാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, GVA എന്ന് പറയുന്നത്. അപ്പോൾ GVA കണക്കാക്കുന്ന രീതി എങ്ങനെയാണ്, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് Q എന്നാണ് അതിനെ കാണിക്കുന്നത്. Q മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ ഒരു മൊത്തം ഫൈനൽ വാല്യൂവിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. ഒരു കർഷകൻ എന്ത് ചെയ്യുന്നു, 1000 രൂപയുടെ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫാമർ കൊടുക്കാം. പിന്നെ ഒരു മില്ല് ഓണർ എന്ത് ചെയ്യുന്നു, മില്ല് ഓണർ ചെയ്യുന്നത് അതിനെ പൊടിച്ച് 2000 രൂപയ്ക്ക് വിൽക്കുന്നു. ഒരു റെസ്റ്റോറൻറ്റുകാരനാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ 2000 രൂപയുടെ വീറ്റ് ഫ്ലോർ വാങ്ങിയിട്ട് റെസ്റ്റോറൻറ്റുകാരൻ എന്ത് ചെയ്യുന്നു, 3000 രൂപ അല്ലേ 4000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നോക്കിയേ, ഒറിജിനൽ ഗോതമ്പിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണല്ലേ. ഇത് പൊടിക്കുന്നതിലൂടെ ഫ്ലോറാക്കി മാറ്റുന്നതിലൂടെ എന്താണ് വരുന്നത്, ഒരു 1000 രൂപ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ. പിന്നെ ഈ 2000 രൂപയുടെ സാധനമാണ് റെസ്റ്റോറൻറ്റുകാരൻ വാങ്ങുന്നത്. അയാൾ വിൽക്കുന്നത് എത്രയാണ്, അതിനെ ചപ്പാത്തിയാക്കി മാറ്റിയിട്ട് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് 4000 രൂപയാണ്. എന്ന് വെച്ചാൽ ഇയാൾക്ക് ഇവിടെ 2000 ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മൊത്തം പ്രോഡക്റ്റിന്റെ വില എത്രയാണ്, മൊത്തം ഫൈനൽ ഓരോ സ്റ്റേജ്, ഇത് ഫസ്റ്റ് സ്റ്റേജിൽ ഒറിജിനൽ പ്രോഡക്റ്റ്, ഇത് സെക്കൻഡ് സ്റ്റേജിൽ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂ, ഇത് തേർഡ് സ്റ്റേജിൽ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂ. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡിൽ കണക്കാക്കുമ്പോൾ എന്ത് വരും, 1000 + 1000, 2000 + 2000, 4000 എന്നാണ് കിട്ടുക അല്ലേ. അതേസമയം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ പോലെ തന്നെ ഫാമറുടെ 1000, മിൽ ഓണറുടെ 2000, 4000 റെസ്റ്റോറൻറ്റുകാരൻ്റെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഫിഗറാണ് കിട്ടുക. അപ്പോൾ ഒരേ 1000നെ തന്നെ പലതവണ നമ്മൾ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യും. അതുകൊണ്ട് 6000 എന്നാണ് കിട്ടുക അല്ലേ. അതുകൊണ്ട് തന്നെ 6 അല്ല 7000 എന്ന് കിട്ടും. 2000 + 1000 + 4000, 7000 എന്ന് കിട്ടും. അപ്പോൾ ഡബിൾ കൗണ്ടിങ് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 7000. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ക്യൂവിൽ നിന്നും മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, മൊത്തം വിലയിൽ നിന്നും എന്ത് ചെയ്യണം, ഇന്റർമീഡിയറ്റ് കൺസംഷൻ, അന്തരാള ഉപഭോഗം നമ്മൾ കുറയ്ക്കണം. അപ്പം GVA ഈസ് ഈക്വൽ ടു എന്താണ്, Q - Z എന്നാണ് കിട്ടുക. GVA ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു Q - Z. അപ്പം ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ടേമാണ്, കൺസെപ്റ്റാണ്
ഇത് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ 4 അതിർത്തികൾക്കുള്ളിൽ, ആഭ്യന്തര അതിർത്തികൾക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാധിഷ്ഠിത മൂല്യമാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP is the money value of all final goods and services produced in an economy, produced in the domestic territory of an economy during an accounting year. അപ്പോൾ GVA ഇതിൽ നിന്നും നമ്മൾ GDP കണക്കാക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിലെ GVAയും ആഡ് ചെയ്യുകയാണ്. ടു ഫൈൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP, the GVA of all production units must be added. ഓരോ യൂണിറ്റിന്റെ ഗ്രോസ് വാല്യൂ ആഡഡും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP കിട്ടുക. അപ്പോൾ GDP is equal to GVA1. GVA1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ്. GVA2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ്. അങ്ങനെ GVA3 ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് തേർഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്. അങ്ങനെ n യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് എണ്ണിയാലും നമുക്ക് തീരില്ല അല്ലേ? നമുക്കിപ്പോൾ ലെറ്റേഴ്സ് കൊടുക്കുവാണെങ്കിൽ ABCD മുതൽ 26 എണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 26 പ്രൊഡക്ഷൻ യൂണിറ്റുകളൊന്നും അല്ല. അപ്പോൾ n യൂണിറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നു. അതായത് GVA nth യൂണിറ്റിന്റെ വരെയുള്ള, അതായത് എന്ന് വെച്ചാൽ ഒരു ഇക്കോണമിയിലെ മുഴുവൻ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെയും ഗ്രോസ് വാല്യൂ ആഡഡുകൾ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് GDP ഈസ് ഈക്വൽ ടു, GDP ഐഡന്റിക്കലി ഈക്വൽ ടു എന്നാണ് പറയുക. GDP ഈസ് ഈക്വൽ ടു സിഗ്മ GVAI, വേർ I ഈസ് ഈക്വൽ ടു 1 to n. അതായത് 1 to n എന്ന് പറയുന്നത് 1 മുതൽ n വരെയുള്ള, അതായത് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടേതും എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഇക്കോണമിയിൽ എത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം ഗ്രോസ് വാല്യൂസ് ആഡഡ് തമ്മിൽ ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? GDP കിട്ടുക. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻ ദ വാല്യൂ ആഡഡ് മെത്തേഡ് the final money value of all commodities produced in the economy is added to reach GDP. GDP കാണാൻ വേണ്ടി ഒരു ഇക്കോണമിയിലെ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെ വിലകൾ കൂട്ടിയിട്ട് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കാണുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇക്കോണമിയിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെയും വാല്യൂ ആഡഡ് കാണുകയാണ്. അപ്പം വാല്യൂ കാണണം. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? P into Q ആണ്. അപ്പോൾ ഈ P into Q കണ്ട് ഒരു യൂണിറ്റിൻ്റെതാണ്. അത് മൊത്തം കൂട്ടുമ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് മൊത്തം യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ ചെയ്യേണ്ടത് മൊത്തം ഉൽപ്പന്നത്തിൽ നിന്നും അന്തരാള ഉൽപ്പന്നം മൈനസ് ചെയ്യുക. Q മൈനസ് Z. GVA ഈസ് ഈക്വൽ ടു Q മൈനസ് Z എന്നാണ് പറയുക. ഇനി ഈ GDP കാണാൻ വേണ്ടി ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയും, ഓരോ ഉൽപാദന യൂണിറ്റുകളുടെയും GVA തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP കിട്ടും. GDP ഐഡന്റിക്കലി ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ GVAI എന്നാണ് കിട്ടുക. അപ്പോൾ GVAI കണ്ടല്ലോ. അപ്പോൾ സിഗ്മ GVAI ആണ് പ്രൊഡക്ഷൻ മെത്തേഡിലുള്ള GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സർക്കുലർ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് എത്രയാണോ പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഇക്കോണമിയിലെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും അവിടെയുള്ള ഫാക്ടർ റെമ്യൂണറേഷൻ അല്ലേ. അപ്പോൾ ഇൻകം എത്ര പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ വാങ്ങാനുള്ള ഇൻകം ആ ഇക്കോണമിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും ഇൻകവും. അതുകൊണ്ട് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്.
അപ്പോൾ ഇൻകം മെത്തേഡിൽ നമ്മൾ കാണേണ്ടത് ഫാക്ടർ ഇൻകം ആണ്. അപ്പോൾ ഫാക്ടർ ഇൻകം ഏതൊക്കെയാണ്? ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ ദ റെമ്യൂണറേഷൻസ് ഗിവൺ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിയാം അല്ലേ? ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ് അല്ലേ? എന്റർപ്രണർഷിപ്പ് ആണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന എന്തൊക്കെയാണ്? റെമ്യൂണറേഷൻ, പ്രതിഫലങ്ങൾ. ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജസ് കൊടുക്കും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, എന്റർപ്രണർക്ക് പ്രോഫിറ്റും കൊടുക്കും. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നാഷണൽ ഇൻകം കിട്ടണമല്ലോ. അത് തന്നെയാണ് സെക്കൻഡ് മെത്തേഡ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇൻകം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. അപ്പം നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് കാണാം. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് കോൾഡ് ഇൻകം മെത്തേഡ്. ഇൻ ഇൻകം മെത്തേഡ് GDP, gross domestic product is obtained as the total factor incomes. Total factor income ആയിട്ടാണ് എന്ത് കിട്ടുന്നത്? GDP കിട്ടുന്നത്. ഇൻകം മെത്തേഡിൽ GDP is equal to total of factor incomes. ഇനി എങ്ങനെയാണ് ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? 4 സർവീസസ്, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് ആർ യൂസ്ഡ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റെമ്യൂണറേഷൻസ്, ഇഫ് വി ആഡ് ദ റെമ്യൂണറേഷൻ ഒബ്റ്റെയിൻഡ്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്ന, പ്രതിഫലം കൊടുക്കുന്ന, പ്രതിഫലമായിട്ട് ഉൽപാദന ഘടകങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടണം എന്നാണ്. ഇഫ് വി ആഡ് ദ റെമ്യൂണറേഷൻ ഒബ്റ്റെയിൻഡ്, ദാറ്റ് ഈസ് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, വി ഗെറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് GDP ഈസ് ഈക്വൽ ടു സിഗ്മ W, വേർ WI, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? WI എന്ന് കൊടുക്കാം. I എന്ന് പറയുന്നത് എന്താണ്? WI എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു 1 to n. ഇനി സിഗ്മ RI ആണ്. RI എന്ന് പറയുമ്പോൾ I എന്താണ്? 1 to n ആണ് അല്ലെ? I ഈസ് ഈക്വൽ ടു 1 to n. ഇനി I എന്ന് പറയും പ്ലസ് സിഗ്മ I, അതായത് സിഗ്മ I എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. I ഈസ് ഈക്വൽ ടു 1 to n, അതായത് n യൂണിറ്റ് വരെ, n യൂണിറ്റുകൾക്ക് പോലും കൊടുക്കുന്ന വേജസ്, അതായത് ഒരു ഇക്കോണമിയിലെ എല്ലാ വേജസും, എല്ലാ റെന്റും, എല്ലാ ഇൻട്രസ്റ്റും, എല്ലാ പ്രോഫിറ്റും, അപ്പോൾ എല്ലാ യൂണിറ്റ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അവയ്ക്കെല്ലാം കൊടുക്കുന്ന ഫാക്ടർ റെമ്യൂണറേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GDP കിട്ടും. വളരെ എളുപ്പമാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻ ഇൻകം മെത്തേഡ് GDP ഈസ് ഈക്വൽ ടു W പ്ലസ് R പ്ലസ് I പ്ലസ് P. W എന്ന് പറയുന്നത് വേജസ്, റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനെയാണ് GDP ഈസ് ഈക്വൽ ടു ഇൻകം, അതായത് പ്രോഡക്റ്റ് generates income. അപ്പോൾ പ്രൊഡക്ഷന്റെ സം ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ദ സം ടോട്ടൽ ഓഫ് ഇൻകം. അപ്പോൾ GDP ഇത് രണ്ടിനും തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇത് എന്തിനു വേണ്ടിയാണ് ഇൻകം നടത്തുന്നത്? ഇൻകം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചെലവുകൾക്കാണ് അല്ലെ? നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കാനാണ് നമ്മൾ ഇൻകം ഉപയോഗിക്കുന്നത്. The incomes are spent for consumption or income becomes expenditure. അങ്ങനെ മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി എന്ന് പറയും. അതായത് ടോട്ടൽ ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ, ഒരു ഇക്കോണമിയിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകളുടെ മൊത്തം ടോട്ടലിനെയാണ്, അല്ലെങ്കിൽ ആകെ മൊത്തം എക്സ്പെൻഡിച്ചർ ആണ് എന്ത് വരുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് എന്താണ് എക്സ്പെൻഡിച്ചർ എന്നറിയാം അല്ലേ? അപ്പം നമുക്കറിയാം ഇക്കോണമിയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇക്കോണമിയിലെ 4 സെക്ടേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടാവും. ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ അല്ലേ?
അപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കൺസംഷനും നടത്തുന്ന സെക്ടറിനെയാണ് നമ്മൾ കൺസ്യൂമർ സെക്ടർ അഥവാ ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും നടത്തുന്ന സെക്ടറാണ് ബിസിനസ് സെക്ടർ അഥവാ ഫേംസ് എന്ന് പറയുന്ന രണ്ടാമത്തെ. ഇനി ഗവൺമെന്റ് സെക്ടറിന് എന്താണ്, ഒരുപാട് ചെലവുകളാണ് വരുന്നത് അല്ലെ. ഇന്റേണൽ സെക്യൂരിറ്റിയും എക്സ്റ്റേണൽ ഇതൊക്കെ നോക്കുമ്പോൾ, സേഫ്റ്റി ഒക്കെ നോക്കുമ്പോഴെന്താണ്, ഒരുപാട് ചെലവുകൾ, ഗവൺമെന്റിന് ഒരുപാട് കൺസംഷനാണ് വരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. അതേപോലെ എക്സ്റ്റേണൽ സെക്ടറിൽ നിന്നാണ് നമ്മളെല്ലാ കൊടുക്കൽ വാങ്ങലുകളും, ഗുഡ്സ് ആൻഡ് സർവീസസ്, കമോഡിറ്റീസ്, സർവീസുകൾ എല്ലാം കൊടുക്കലും വാങ്ങുകയും, ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്നതിനെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാന്ന് പറയും. ഇനി വാങ്ങുന്നതിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് എക്സ്റ്റേണൽ സെക്ടറിലെ പ്രധാന ഇടപാട് അഥവാ ഡീലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടണം. അതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, national income, that is the GDP, is the total of final expenditures. അതായത് ഒരു ഇക്കോണമിയിലെ അന്തിമ ചെലവുകളുടെ തുകയായിട്ടാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP കണക്കാക്കപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് നോക്കാം. GDP is the sum total of final expenditures of the different sectors of the economy which fall under 4 categories. ഒരു ഇക്കോണമിയിലെ 4 സെക്ടറുകളിലായിട്ട് വരുന്ന ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിലെ ഫൈനൽ എക്സ്പെൻഡിച്ചറുടെ ടോട്ടലാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നാഷണൽ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ 4 സെക്ടറുകൾ എന്നറിയാം. നമ്മൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതായത് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ the household sector of the economy consumes the goods and services produced in an economy. So their expenditure, the expenditure made by households on consumption of commodities are called consumption expenditure. അതായത് ഹൗസ്ഹോൾഡ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കാനായിട്ട് ചെലവഴിക്കുന്ന തുകയെയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെ C എന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തേത് ബിസിനസ് ഫേം എന്താണ്, പ്രൊഡക്ഷൻ നടത്താനായിട്ട് നടത്തുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. It is the expenditure made by the business firm or firms for producing goods and services. സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബിസിനസ് സെക്ടർ നടത്തുന്ന ചെലവിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ I എന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത്. Then third expenditure is made by government for consuming goods and services. Expenditure made by government on goods and services is called government expenditure. ഇനി നമ്മുടെ നാലാമത്തെ സെക്ടർ ഏതാണ്, എക്സ്റ്റേണൽ സെക്ടർ ആണ് അല്ലെ. എക്സ്റ്റേണൽ സെക്ടർ ഡീൽസ് വിത്ത് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ആൻ ഇക്കോണമി. അപ്പോൾ ഇതിനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ബാലൻസിനെ നെറ്റ് എക്സ്പോർട്ട് എന്നാണ് വിളിക്കുക. എക്സ്പോർട്ടിനെ X എന്ന ലെറ്റർ കൊണ്ടും ഇമ്പോർട്ടിനെ M എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കുകയാണെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് X-M എന്നാണ് കാണിക്കുക. അപ്പൊ നോക്കാം നമുക്ക്. The income or revenue earned by selling commodities abroad and deducting the value of commodities purchased from abroad. അതായത് ഒരു രാജ്യം പുറം രാജ്യങ്ങളിൽ വിൽക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയിൽ നിന്നും പുറം രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറച്ചാൽ കിട്ടുന്ന തുകയാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം നെറ്റ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. അപ്പോൾ X-M എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GDP എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തം തുകയാണ് അല്ലേ. അപ്പോൾ GDP X-M എന്നാണ് നമ്മൾ എന്തിനെ കാണിക്കുന്നത്, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മൊത്തം തുകയാണ് GDP എന്ന് പറയുന്നത്. GDP ഐഡന്റിക്കലി ഈസ് ഈക്വൽ ടു C+I+G പ്ലസ് X-M. C എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ,
G എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട്, എം എന്ന് പറയുന്നത് ഇമ്പോർട്ട്. അപ്പോൾ എന്താണ്, ഈ 4 എണ്ണവും കൂടെ ചേർന്നതാണ്. അതായത് 4 സെക്ടറുകളിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ 3 എണ്ണവും എന്താണ്, ഏത് whatever or whichever be the method used to calculate national income, the amount obtained will be one and the same. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം GDP കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ എല്ലാം എമൗണ്ട് കിട്ടുന്നത് എന്താണ്, ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് കാണിക്കാൻ റീകൺസിലിയേഷൻ എന്ന് പറയും. റീകൺസിലിയേഷൻ ഓഫ് 3 മെത്തേഡ്സ് നോക്കാം എന്താണെന്ന്. അതായത് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു, നമ്മൾ സർക്കുലർ ഫ്ലോയിൽ പഠിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻകം ജനറേറ്റഡ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ മെയ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് GDP identically equal to GVAI, that is identically is equal to wages plus rent plus interest plus profit, that is income method le GDP ആണല്ലേ. which is same as, which is identically is equal to C plus I plus G plus X minus M എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കിട്ടുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി GDPയിൽ നിന്നും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണല്ലേ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. GDPയിൽ നിന്നും നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് പുറം രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്ന എല്ലാ കൊടുക്കൽ വാങ്ങലുകളും, നമുക്കറിയാം ട്രേഡിംഗ് മാത്രമല്ല അല്ലേ, നമ്മൾ സ്കോളർഷിപ്പുകളായിട്ടും ഗിഫ്റ്റുകളായിട്ടും സഹായധനങ്ങളായിട്ടും പിന്നെ സൈനിക സഹായങ്ങളായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അല്ലെ അന്താരാഷ്ട്ര ഏജൻസികളിലേക്ക് പലതരത്തിലുള്ള ഇടപാടുകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇടപാടുകളുടെയും മൊത്തം കൊടുക്കൽ വാങ്ങലിൽ വരുന്ന ആ ഒരു ബാലൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് നമ്മൾ ചുരുക്കി അങ്ങ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം NFAI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് NFIA എന്ന് പറയും. അപ്പോൾ GDPയോട് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ GNP, when we add net factor income from abroad to GDP we get national gross national product GNP. ഇനി ഈ GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ ചാർജുകൾ, അതായത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങൾക്കും അതേപോലെ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ എന്താണ് വിയർ ആൻഡ് ടിയർ, നമ്മൾ തേയ്മാനം സംഭവിക്കുന്നു എന്നറിയാം അല്ലേ. അപ്പൊ ഈ തേയ്മാന ചെലവിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടല്ലേ. നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമുക്ക് സർവീസ് ചെയ്യേണ്ട ഒരു എമൗണ്ട് നമ്മൾ കാലാകാലങ്ങളിൽ കണ്ടുവെക്കണം എന്നുള്ളതറിയാം അല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാ യന്ത്രങ്ങൾക്കും അതിൻ്റെതായ തേയ്മാനം, ആ തേയ്മാന ചെലവ് നമ്മൾ ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്നും മൈനസ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുക. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് if we are deducting or by deducting the depreciation charges from GNP we get from GNP ആണ് കേട്ടോ, from GNP we get net national product NNP, നമുക്ക് NNP കിട്ടുന്നു. അപ്പോൾ NNP is equal to GNP minus depreciation ആണ്. അപ്പോൾ NNP can be calculated. NNPയെ നമുക്ക് 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ NNP മനസ്സിലായല്ലോ, NNP is equal to GNP minus depreciation ആണ്. NNP നമുക്ക് 2, GNP ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ നാഷണൽ ഇൻകം ആഗ്രിഗേറ്റ്സിനെയും നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന് എന്താണ്, മാർക്കറ്റ് പ്രൈസും, രണ്ടാമത്തേത് ഫാക്ടർ കോസ്റ്റും എന്ന് പറയും. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് മാർക്കറ്റിലുള്ള വിലയാണ്. അതേസമയം ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ
യൂണിറ്റുകൾക്ക്, അതായത് ലാൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് ഉണ്ടല്ലോ, അതിന് ചെലവാകുന്ന തുക എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിനുണ്ടാവുന്ന ചെലവ് കൂട്ടിയിട്ടാണ് ശരിക്കും സാധനത്തിന്റെ വില വരുന്നത്, അതായത് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒറിജിനൽ പ്രൈസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ കാണാം, ഒന്ന് മാർക്കറ്റ് പ്രൈസും രണ്ടാമത്തേത് ഫാക്ടർ കോസ്റ്റും. ഇങ്ങനെ NNP can be calculated at prices prevailing in the market. അതിനെ NNP at market price എന്ന് പറയും. And at real price എന്ന് വെച്ചാൽ എന്താണ്? റിയൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗിവൺ ആസ് റെമ്യൂണറേഷൻ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിനെ നമ്മൾ വിളിക്കും ഫാക്ടർ കോസ്റ്റ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNPFC എന്നാണ് അതിനെ എഴുതുക. അപ്പോൾ ഈ NNPFC ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഒറിജിനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? NNP. കുറേ നാഷണൽ ഇൻകം കൺസെപ്റ്റുകളുണ്ട്. GDP, GNP, NNP, GDP, മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അതിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഒറിജിനൽ നാഷണൽ ഇൻകം. ബാക്കിയെല്ലാത്തിനും നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുമെങ്കിലും അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. പോളിസി ഫോർമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേഷനെ കുറിച്ചുള്ള എല്ലാ ഐഡിയാസും, അല്ലെങ്കിൽ നമുക്ക് 8 മാർക്കിന് ഫുൾ 8 മാർക്കും കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ആദ്യമേ പറഞ്ഞു. നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്കും വാങ്ങുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.